Hello fighters! Welcome to day 4 of 30 days of self-love before I turn 30. ഇന്ന് നിങ്ങൾ കാണുന്ന പോലെ കുറേ കുത്തിവരയായിരുന്നു ഇന്നത്തെ എൻ്റെ ആക്ടിവിറ്റി. ഇതിനെ ന്യൂറോഗ്രാഫിക് ആർട്ട് എന്നാണ് വിളിക്കുന്നത്. ഞാനും ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പേപ്പർ എടുത്തിട്ട് റാൻഡമായിട്ട് കുറേ ലൈൻസ് വരയ്ക്കുക. എന്നിട്ട് ഈ ലൈൻസ് ജോയിൻ ചെയ്യുന്ന സ്ഥലമെല്ലാം നമ്മൾ കേർവ് ചെയ്യണം. ആദ്യം കേർവ് ചെയ്തപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് എനിക്ക് തോന്നി. അപ്പം ഞാൻ ആ കേർവ് ഫുള്ള് ജോയിൻ ചെയ്തിട്ട് ഈ കേർവിൻ്റെ ജോയിൻ ചെയ്യുന്ന ആ ജംഗ്ഷൻസ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ കളർ ചെയ്യണം. കളർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഇമോഷൻസ് അവിടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുവാണ് എന്നാണ് ഈ ഒരു ന്യൂറോഗ്രാഫിക് ആർട്ടിൻ്റെ പുറകിലുള്ള ഒരു തിയറി. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും ഇത് വരയ്ക്കുമ്പോൾ, ഓരോ പ്രാവശ്യവും കളർ ചെയ്യുമ്പോൾ നമ്മുടെ ഇമോഷൻസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണ്, നമ്മളത് റിലീസ് ചെയ്യുകയാണ് എന്നാണ് പറഞ്ഞത്. എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര നന്നായിട്ട് തോന്നി കേട്ടോ. എനിക്കിത് ചെയ്തപ്പോൾ സ്ട്രെസ്സാണ് ഒരുപാട് റിലീസായതുപോലെ തോന്നിയത്. അതായത് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ, ചെയ്തില്ലല്ലോ, വീഡിയോ എടുത്തില്ലല്ലോ, അങ്ങനെയൊക്കെ കുറേ സ്ട്രെസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇത് ചെയ്തപ്പോൾ കുറഞ്ഞു. ഇനി ഇതിങ്ങനെ കഴിഞ്ഞിട്ട് പല കളർ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ശരിക്കും അങ്ങനെ ചെയ്യേണ്ടത്. പല കളേഴ്സ് നമ്മൾ ആഡ് ചെയ്യുക, പിന്നെ ഓരോ ബ്ലോക്സിനകത്തും കളർ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ ഡിസൈൻ ചെയ്യുക. അതായത് കുറച്ചും കൂടെ ലൈൻ വരച്ചിട്ട് കുറച്ചുകൂടി ഡിസൈൻ അതിനകത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഞാനൊരു ചിത്രം വരയ്ക്കുന്ന ഒരാളെയല്ലേ, എനിക്ക് അങ്ങനെ ഒരു കഴിവില്ല. ബട്ട് സ്റ്റിൽ ഞാനത് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര നന്നായിട്ട് തോന്നി കേട്ടോ. ഡിസൈൻ നന്നായിട്ടെന്നല്ല, എനിക്ക് എൻ്റെ ഫീലിങ്സ് നന്നായിട്ട് തോന്നി. അപ്പം നിങ്ങളും ഇതുപോലൊരു ന്യൂറോഗ്രാഫിക് ആർട്ട് ചെയ്ത് നോക്ക്. ചുമ്മാ റാൻഡം ലൈൻസ് വരയ്ക്കുക, ലൈൻസ് ജോയിൻ ചെയ്തെടുത്ത് അവിടെ കേർവ് ചെയ്ത് അവിടെ കളർ ചെയ്യുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ.